ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. ജൂൺ 3-ാം തീയതിയിലെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഡിറ്റോറിയൽ പാർട്ടിലാണെങ്കിലും ബാക്കിയുള്ള ഭാഗത്താണെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്. സോ ഒരു കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഓരോ ന്യൂസും അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ന്യൂസ് ഈസ് റിലേറ്റഡ് ടു COVID-19. മനസ്സിലായപ്പോൾ COVID-19 കേസുകൾ ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. സോ എന്താണ് COVID-19, അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ ആർട്ടിക്കിൾ, ഈ ഓപ്പൺ എഡിറ്റോറിയൽ ഭാഗത്ത് വരുന്ന ഈ ആർട്ടിക്കിൾ ഈസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു COVID-19 ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് COVID-19 ഒരു ഹിസ്റ്ററി എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, സോ COVID-19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ഉത്ഭവിച്ചത്. സോ COVID-19 ഈസ് ആൻ ഇൻഫെക്ഷ്യസ് സൂനോട്ടിക് ഡിസീസ്. സൂനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയോ? സൂനോട്ടിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു COVID-19 ഒരു സൂനോട്ടിക് ഡിസീസ് ആണെന്ന് നമുക്കറിയാം. അതായത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ചൈനയിൽ ബാറ്റുകൾ, വവ്വാലുകളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഉത്ഭവിച്ചു എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണെന്ന് പറയാം. ഓക്കെ, സോ കറന്റ് എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ ട്രെൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് COVID-19 കുറച്ചു കാലത്തേക്ക് ഇല്ലാതിരുന്നു, വീണ്ടും വരുന്നു, പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു ഡൗൺ സൈക്കിൾ ആവുന്നു, വീണ്ടും ഒരു അപ്പ് സൈക്കിളിലേക്ക് വരുന്നു. സോ അക്കോർഡിംഗ് ടു ദിസ് ഓപ്പൺ എഡിറ്റോറിയൽ ഇവിടെ ഒരു ട്രെൻഡ് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ട്രെൻഡ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ട്രെൻഡിന് പെർട്ടിക്കുലർലി ഒരു പാറ്റേൺ ഉണ്ട് എന്ന് ഇദ്ദേഹം വാദിക്കുന്നില്ല. പകരം പറയുന്നത് ഈ ട്രെൻഡ് ഒരു 10 മാസം അല്ലെങ്കിൽ 9 മാസത്തെ ഒരു കാലയളവിലാണ് റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 9 മാസം മുൻപ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സർജ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2024ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിന് മുൻപ് 2023ലും ഇതേപോലെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിരുന്നു. സോ COVID-19 എന്താണെന്ന് മനസ്സിലാക്കി. ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്. ഇതൊരു RNA വൈറസ് ആണ്. സോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു ചിത്രമുണ്ട്, ഇങ്ങനെ കുറെ സ്പൈക്കുകളായിട്ട് ഉള്ള ഒരു COVID-19 ഒരു ചിത്രം. ഓക്കെ, സോ ഈ സ്പൈക്കുകൾ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. മനസ്സിലായോ? COVID-19 ഈസ് എൻ RNA വൈറസ്. ഒരു RNA വൈറസുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് RNA വൈറസുകൾ, രണ്ട് DNA വൈറസുകൾ. സോ ഈ RNA വൈറസിന്റെയും DNA വൈറസിന്റെയും പ്രത്യേകതകൾ എന്താണ്? അപ്പൊ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാലും DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാം. സിംഗിൾ സ്ട്രാൻഡ് ഉള്ളതിനെ RNA എന്നും ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളതിനെയാണ് DNA എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ DNA-യിൽ എങ്ങനെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്? DNA-യിൽ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നത് ന്യൂക്ലിയസിന്റെ അകത്താണ്. മനസ്സിലായോ? എന്നാൽ RNA-യിൽ എങ്ങനെയാണ്? RNA-ക്ക് ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, കാരണം അത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. സോ സ്പെസിഫിക് ആയിട്ടൊരു ന്യൂക്ലിയസ് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. സോ ഇതിന്റെ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. എന്താണ് സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന് ഉള്ളിലുള്ള ഭാഗത്തെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇതൊരു സെല്ലാണെങ്കിൽ ആ സെല്ലിന് ഉള്ളിലുള്ള ഭാഗത്തെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. DNA ആണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മളുടെ സെൽ മ്യൂട്ടേഷനുകൾ, അതായത് ഒരു സെല്ലിന് ഭാവമാറ്റങ്ങൾ വരുന്നത്, അതായത് പുതിയ മ്യൂട്ടേഷനുകൾ വരുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് ഈ സെല്ലിന്റെ ഉള്ളിലായിരിക്കും. മനസ്സിലായോ? RNA ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? RNA ആകുമ്പോൾ ഈ സൈറ്റോപ്ലാസത്തിലായിരിക്കും ചേഞ്ചസുകൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ RNA-ക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഈ COVID-19 പല പല വേരിയന്റുകൾ വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പല പല വേരിയന്റുകൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഒമിക്രോൺ വന്നിട്ടുണ്ട്, കൊറോണയുടെ തന്നെ ഡിഫറെന്റ് വേരിയൻസ് വന്നിട്ടുണ്ട്, COVID-2, 3, 2.1 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേരിയൻസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊരു RNA വൈറസ് ആണ്. അതായത് ഇതിന് ന്യൂക്ലിയസിനകത്തേക്ക് കയറിയിട്ട് വേണ്ട ഇതിന് മ്യൂട്ടേഷൻ സംഭവിക്കാനായിട്ട്. മനസ്സിലായോ? അതാണ് ഈ COVID-19 ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഓക്കെ, സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. RNA വൈറസ് എന്താണ്, DNA വൈറസ് എന്താണ്. മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? RNA-യിലായിരിക്കും കൂടുതൽ, കാരണം സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? COVID-19 എന്താണ്? COVID-19 ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്. എപ്പിഡമിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് അറിയാം, നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. മനസ്സിലായോ?
സോ ഇത് RNA വൈറസ് ആണ്, ഒരു സൂനോട്ടിക് ഡിസീസസ് ആണ്. പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ വാർത്തകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കോവിഡ് കാലത്തേക്ക് തിരിച്ചൊന്ന് പോയി കഴിഞ്ഞ് കാണുന്ന ഒരു വാക്കാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു, മരണനിരക്ക് കൂട്ടുന്നു, അങ്ങനെ പറഞ്ഞ് സ്ഥിരം വാർത്തകളായിരുന്നു. മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിരുന്ന ഒരു കാലം നമ്മൾ ഓർക്കുന്നില്ലേ? സോ ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോവുക നമ്മൾ, മനസ്സിലായോ? സോ നിങ്ങൾ അധികം പരിചയമില്ലാത്തൊരു വാക്ക് ഞാൻ പറയാം, R0, അല്ലെങ്കിൽ R0 എന്നല്ല, R0. അതായത് R എന്ന് എഴുതിയിട്ട് അതിന് താഴെ ഒരു സീറോ പോലെ നമ്മൾ ഒരു ഡാഷ് പോലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് R0 എന്ന് പറയുന്നത്. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര പോസിറ്റീവ് കേസുകൾ എക്സ്പെക്ട് ചെയ്യാം എന്ന് പറയുന്നതാണ് R0 എന്ന് പറയുന്നത്. സോ അത് ആ ടൈമിൽ ന്യൂസിൽ റെലവെന്റ് ഉണ്ടായിരുന്ന ഒരു ടേമാണ് ഈ R0 എന്ന് പറയുന്നത്. പിന്നെ COVID-19 കുറിച്ച് നമുക്ക് വേറെ എന്താണ് അറിയാനായിട്ട് സാധിക്കുന്നത്? COVID-19 ടെസ്റ്റ് ആണ്. COVID-19 ടെസ്റ്റിന്റെ പേരെന്താണ്? RT-PCR. സോ PCR ടെസ്റ്റ് നമ്മൾ കോവിഡ് വരുന്നതിന് മുൻപ് പലരും കേട്ടിട്ടുണ്ട്, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്. അത് പല വൈറസ് രോഗങ്ങളെയും കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റ് ആയിട്ട് നോർമലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരുന്നു പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. പക്ഷെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ആറും ടീയും കയറി വന്നു. സോ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റീവ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്. സോ എന്താണ് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ RNA വൈറസുകളാണ് COVID-19 എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, RNA വൈറസുകളാണ്, DNA വൈറസുകളല്ല. അപ്പോൾ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ RNA വൈറസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? സോ നമ്മൾ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ RNA വൈറസുകളെ ആദ്യം DNA വൈറസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം RNA വൈറസുകളെ DNA വൈറസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ DNA നമ്മൾ ടെസ്റ്റ് ചെയ്യും. സോ DNA PCR വെച്ച് ടെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? ആദ്യം RNA വൈറസിനെ DNA വൈറസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഈ DNA നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്ത് വെച്ചിട്ട്? PCR, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കൺവേർഷനെ പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ്. മനസ്സിലായോ? ഈ കൺവേർഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ല, അത് എൻസൈം യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ്. മനസ്സിലായോ? ഇങ്ങനെയാണ് RNA പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. COVID-19 എന്താണ്, കോവിഡ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇനി ആർട്ടുകളിലേക്ക് വരാം. സ്പെസിഫിക് ആയിട്ട് ഈ ആർട്ടുകളിൽ പറയുന്നത് എന്താണ്? അതായത് ഈ കോവിഡ് വൈറസ് ഇൻക്രീസ് ആയി എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും ഈ വാട്സപ്പ് അമ്മാവന്മാരൊക്കെ തലപൊക്കി തുടങ്ങിയെന്നാണ് സിമ്പിൾ ആയിട്ട് ഈ ന്യൂസ് പറയുന്നത്. മനസ്സിലായോ? മിസ്ഇൻഫോർമേഷനുകൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ കോവിഡ് ഉണ്ടാക്കുന്ന ത്രെട്ടിനേക്കാളും കൂടുതലാണ് ഈ മിസ്ഇൻഫോർമേഷന്റെ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അത് ഇദ്ദേഹം എക്സാമ്പിളിലൂടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? കാരണം ഒരു ദിവസം ട്യൂബർകുലോസിസ് ബാധിച്ച് 6000-ഓളം അസുഖങ്ങൾ ബാധിക്കുകയും 600 പേരോളം മരിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? 600 പേരോളം ഒരു ദിവസം ട്യൂബർകുലോസിസ് ബാധിച്ച് മരിക്കുന്നുണ്ട്. 30,000 പേര് ഇന്ത്യയിൽ ഒരു ദിവസം സാധാരണ എന്തെങ്കിലും അസുഖം പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വയസ്സായിട്ട് അങ്ങനെയുള്ള അസുഖം പ്രാപിച്ചുകൊണ്ട് മരിക്കുന്ന 30,000 പേരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ COVID-19 കാരണമുണ്ടാകുന്ന അസുഖങ്ങളിലൂടെ മരിക്കുന്നത് ഒരു ദിവസം 1 അല്ലെങ്കിൽ 2, അങ്ങനെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് 1-2 മരണങ്ങൾ മാത്രമേ റിപ്പോർട്ടുകൾ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? സോ ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ആള് പറയുന്നത് ഇത് പേടിക്കാനായിട്ടുള്ള ഒരു സംഭവമല്ല. മനസ്സിലായോ? മിസ്ഇൻഫോർമേഷനുകൾ മാത്രമാണ്. കാരണം ഇത് ഒരു സാധാരണ ഒരു വൈറസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ആളുകൾ മരിക്കുന്നതിനേക്കാളും കുറവ് റേറ്റിലാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പോസിറ്റീവ് കേസുകൾ എന്ന് പറഞ്ഞ് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇത്. മനസ്സിലായോ? നമ്മളുടെ ബോഡി ജെനറ്റിക്കലി ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ വരുന്നത് ആർക്കാണ്? പൾമിനറി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവര്, അങ്ങനെയുള്ള
മുൻ ഡയബറ്റിക്സ് പോലുള്ള അസുഖമുള്ളവർ, അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാവരും ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ COVID-19 മിസ്ഇൻഫോർമേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി. എന്താണ് COVID-19, എന്താണ് സൂനോട്ടിക് ഡിസീസസ്, എങ്ങനെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്താണ് RNA, എന്താണ് DNA, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ദെൻ RT-PCR ടെസ്റ്റ്, RT-PCR ടെസ്റ്റിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ് RT-PCR ടെസ്റ്റ്, അതെന്തുകൊണ്ടാണ് PCR ടെസ്റ്റിനെ ഫ്രണ്ടിൽ ആറും ടീം എന്ന് പറയുന്ന രണ്ട് വാക്യങ്ങൾ ഇട്ടിരിക്കുന്നത്, രണ്ട് വേർഡ്സ് ആഡ് ചെയ്തിരിക്കുന്നത്, അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് UPSC റിലേറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റിയ കണ്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു India-US റിലേഷൻ. സോ ഇന്റർനാഷണൽ റിലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് സെക്കൻഡ് ആർട്ടിക്കിൾ. ഓക്കെ, സെക്കൻഡ് ആർട്ടിക്കിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് ദ US-Indian സബ്സീ കേബിൾ അജണ്ട. അപ്പൊ എന്താണ് സബ്സീ കേബിൾ എന്ന് നമുക്കൊരു സംശയം വരാം. എന്താണ് സബ്സീ കേബിൾ? ഇതിന് ഇത്രപ്പരുത്ത് അജണ്ട എവിടെ ഇരിക്കുന്നു എന്നുള്ളതും നമുക്കൊരു സംശയം വരാം. ഇതെന്താണ് ഈ ഇന്ത്യയും US തമ്മിൽ ഇതിന്റെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് എന്നുള്ളതിന്റെ സംശയം വരാം. സോ സബ്സീ കേബിളുകൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. സബ്സീ കേബിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കും ടെക്നോളജി കണക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് കടലിനടിയിലൂടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ വലിച്ചിട്ടുണ്ട്. സോ ഈ കടലിനടിയിലുള്ള ഈ കേബിളുകളിലൂടെയാണ് ഇന്ത്യയുടെ 95% അല്ലെങ്കിൽ ലോകത്തിലെ ടെക്നോളജിയുടെ, ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ, ഇന്റർനെറ്റ് പോലെയുള്ള ടെക്നോളജികളുടെ 95% ഡാറ്റാസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ സബ്സീ കേബിളിലൂടെയാണ് ഇന്റർനെറ്റ് എല്ലാം പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ കേബിളുകളുടെ ഒരു കുത്തകാവകാശങ്ങൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇന്ത്യ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇന്ത്യക്ക് അപ്പുറത്ത് ആരുണ്ട്? ചൈനയുണ്ട് ഇതിനെതിരായിട്ട്. മനസ്സിലായോ? അപ്പൊ ചൈന ഇത് റിലേറ്റഡ് ആയിട്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. സോ ഇന്ത്യ സബ്സീ കേബിളുകളുടെ കാര്യത്തിൽ കുറച്ചും കൂടി സ്ട്രെങ്തനിങ് ചെയ്യണം, അതിന് US-ന്റെ സഹായം വേണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ സെക്കൻഡ് ആർട്ടിക്കിൾ ആയിട്ട് ഓപ്പൺ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് India-US റിലേഷൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം. സോ India-US റിലേഷൻ എങ്ങനെയായിരുന്നു? India-US റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹൈലി പോസിറ്റീവോ ഹൈലി നെഗറ്റീവോ ആയിട്ടുള്ളൊരു റിലേഷൻ അല്ല India-US റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെങ്ങനെയാണ്? ഇപ്പോൾ 1947 നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രഖ്യാപിച്ചു? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പ്രഖ്യാപിച്ചു. 1956 വരുമ്പോൾ നമ്മൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പ്രഖ്യാപിച്ചു. അതായത് ചേരിചേരാൻ നയം. അതായത് രണ്ട് വലിയ സഖ്യകക്ഷികൾ നമ്മളുടെ വേൾഡ് വാർ 2 ശേഷം ഉയർന്നു വന്നു. ആരൊക്കെയാണ്? ഒന്ന് US, ഒന്ന് റഷ്യ. ഇതിലോട് ആരോടെങ്കിലും അലൈസ് ചെയ്യണം എന്നുള്ളത് ഇവര് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ത്യ അന്ന് സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്, സ്വതന്ത്ര രാജ്യമായി മാറി. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ ഇന്ത്യ എന്ത് പറഞ്ഞു? ഞങ്ങൾ ആരായിട്ടും സന്ധി ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരു നോൺ അലൈൻമെന്റ് പാത്തിലൂടെയാണ് പോകുന്നത്. മനസ്സിലായോ? എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇന്റർനാഷണൽ റിലേഷനിൽ പറയുന്നുണ്ട് ഇന്ത്യസ് നോൺ അലൈൻ ഈസ് സ്ലൈറ്റ്ലി അലൈൻഡ് ടു റൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി അലൈൻഡ് ടു റഷ്യ എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? ഇന്ത്യ നോൺ അലൈൻമെന്റ് ആണെന്ന് പറയുമ്പോഴും റഷ്യയെ നമ്മൾ ഒരു അടുത്ത സുഹൃത്താക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് US പാകിസ്ഥാനായിട്ട് കൂടുതൽ അടുത്തു. അതിന്റെ എഫക്റ്റുകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. എപ്പോഴാണ് കാണുന്നത്? 1971 വാറില് USA പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് നിങ്ങൾ ഈ വാക്യം കേട്ടിട്ടുണ്ടാവും. അമേരിക്കൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയെ വിളിക്കുകയാണ്, ഞങ്ങളുടെ ഫ്ലീറ്റുകൾ അങ്ങോട്ടേക്ക് വരും, നിങ്ങൾ യുദ്ധം നിർത്തണം. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇന്ത്യൻ ഓഷ്യനിലേക്ക് കയറാൻ പറ്റുന്നെങ്കിൽ കയറ്, നമ്മളൊന്ന് കാണാം എന്നുള്ളതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഞങ്ങളുടെ കരതിർത്തിയിൽ, ഞങ്ങളുടെ കടലതിർത്തിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പൽ തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. സോ അവിടെയെല്ലാം ഒരു കോൺഫ്ലിക്റ്റ് India-US റിലേഷനിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരു സംഭവമുണ്ട്. എപ്പോഴാണ്? വിയറ്റ്നാം യുദ്ധകാലം. അപ്പോൾ വിയറ്റ്നാം യുദ്ധം US നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ US-നെ ശക്തമായി എതിർത്തു. കാരണം വിയറ്റ്നാമിൽ അവർ അധിനിവേശം നടത്തുകയാണ്, കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് US-നെ ശക്തമായി താക്കീത് ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ. ആ സമയത്തും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു.
അമേരിക്കയിൽ നിന്ന് വീറ്റ് കയറ്റുമതി ചെയ്തു കഴിഞ്ഞാൽ, അതായത് അമേരിക്കയിൽ നിന്നുള്ള ഗോതമ്പാണ് നമ്മൾ ആഹാരമായിട്ട് കഴിച്ചിരുന്നത്. മനസ്സിലായോ? ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ US പ്രസിഡന്റ് നമുക്കുള്ള വീറ്റിനെ നിഷേധിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? പിന്നീട് ഗ്രീൻ റെവല്യൂഷൻ വരികയും നമ്മൾ അതിനെല്ലാം മറികടന്ന് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഒക്കെ ആയി. മനസ്സിലായോ? അതാണ് ഒരു ചരിത്രം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയാണ് നമ്മളുടെ ഇന്ത്യ US ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സന്ദർഭം നോക്കാം. ഇന്ത്യ ആദ്യമായിട്ട് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചു. രാജസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബ് എടുത്ത് പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞു? US അന്ന് ന്യൂക്ലിയർ ശക്തിയാണ്. US പറഞ്ഞു ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. മനസ്സിലായോ? ഞങ്ങൾക്ക് പൊട്ടിക്കാനായിട്ടുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. ഓക്കെ, രണ്ടാമതും ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചു. എപ്പോഴാണ്? 1997 കാലഘട്ടത്തിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്നും എടുത്ത് ഉപയോഗിച്ചു. അതായത് അന്നും ടെസ്റ്റിംഗ് നടത്തി നമ്മളുടെ ന്യൂക്ലിയർ ബോംബുകൾ. അന്ന് എന്ത് ചെയ്തു US? അന്ന് സാങ്ഷനുകൾ ഏർപ്പെടുത്തി നമുക്ക്, എക്കോണമിക് സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങളുടെ ചില ഐറ്റംസ് ഞങ്ങൾ ഇങ്ങടേക്ക് കയറ്റിവിടാനായിട്ട് പാടില്ല. അതായത് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഞങ്ങൾ US എക്സ്പോർട്ട് ചെയ്യുന്ന ചില ഗുഡ്സ് ആൻഡ് സർവീസുകൾക്ക് നമ്മൾ തിരിവ് ഏർപ്പെടുത്തും. അതായത് ടാക്സുകൾ കുറച്ചും കൂടി കൂട്ടും, താരിഫുകൾ കുറച്ചും കൂടി കൂട്ടും. അങ്ങനെയുള്ള എക്കോണമിക് സാങ്ഷൻസുകൾ ഏർപ്പെടുത്തി. എന്നിട്ടും ഇന്ത്യ ഇതിലൊന്നും പതറിയില്ല. മനസ്സിലായോ? സോ ഈ സമയത്തെല്ലാം ചില സമയങ്ങളിൽ നമ്മളുടെ US റിലേഷൻ നല്ല രീതിയിലേക്ക് പോകും, ചില സമയത്ത് കുറച്ച് താഴേക്ക് പോകും. സോ 2000 ശേഷം, അതായത് ഒരു ആഫ്റ്റർ 2000 പീരീഡ് ദ റിലേഷൻ ബിക്കം മോർ ഫ്ലെക്സിബിൾ. മനസ്സിലായോ? അവിടെ ബരാക് ഒബാമ വരുന്നുണ്ട്, ട്രംപ് വരുന്നുണ്ട്, ബൈഡൻ വരുന്നുണ്ട്. ഈ സമയങ്ങളിലെല്ലാം നമ്മളുടെ റിലേഷൻ കുറച്ചും കൂടി ശക്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് റിലേഷനിൽ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു US നമ്മുടെ ഒരു അലൈ ആയിട്ട് മാറി. അലൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല, നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് മാറി. മോദി പറയുന്ന പോലെ മേരാ ഫ്രണ്ട് ഹേ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് മാറി. സോ നമ്മൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് എഗ്രിമെന്റ്സ് നമ്മൾ സൈൻ ചെയ്തു. സോ അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഏതാണ്? ജനറൽ സെക്യൂരിറ്റി ഓഫ് മിലിറ്ററി ഇൻഫോർമേഷൻ എഗ്രിമെന്റ്. അതായത് മിലിറ്ററിയുടെ ഇൻഫോർമേഷനുകൾ പരസ്പരം കൈമാറാം. അതായത് സ്ട്രാറ്റജിക് അല്ലാത്ത കൈമാറേണ്ട ചില മിലിറ്ററി ഇൻഫോർമേഷനുകൾ ഉണ്ടാവും. അമേരിക്കൻ മിലിറ്ററിക്ക് ചില ഇൻഫോർമേഷനുകൾ ഉണ്ടാവും, അവർക്ക് കുറച്ച് ടെക്നോളജീസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം കൈമാറാം എന്ന് പറഞ്ഞിട്ട് 2002 നമ്മൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ആ എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് ജനറൽ സെക്യൂരിറ്റി ഓഫ് മിലിറ്ററി ഇൻഫോർമേഷൻ എഗ്രിമെന്റ്. ഉദ്ദേശിക്കുന്നത് മിലിറ്ററി ഇൻഫോർമേഷനുകൾ പരസ്പരം കൈമാറാം. മനസ്സിലായോ? സോ ഞാൻ പറഞ്ഞു 2000 കൂടിയിട്ട് നമ്മളുടെ ഇന്ത്യ US ബന്ധം കുറച്ചും കൂടി ശക്തിപ്പെടാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് എഗ്രിമെന്റ് ഒപ്പിട്ടു. അതിനുശേഷം 2008 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 2008 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ന്യൂക്ലിയർ എനർജിയിൽ ഒരു കോർപ്പറേഷൻ സംഭവിച്ചു. മനസ്സിലായോ? സോ നമ്മൾ ന്യൂക്ലിയർ എനർജിയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ 1974 ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അമേരിക്ക ഒരു ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് NSG. മനസ്സിലായോ? അതിൽ ഇന്ത്യയിലെ കയറ്റിയില്ല. മനസ്സിലായോ? അതിൽ ഉത്തരവാദിത്തമുള്ള ന്യൂക്ലിയർ സപ്ലയേഴ്സ്, പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ന്യൂക്ലിയർ പവേഴ്സ് ഉള്ളവന്മാരുടെ ഒരു ഗ്രൂപ്പ് ഇവന്മാരുണ്ടാക്കി. മനസ്സിലായോ? സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയത്. 2008 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മളായിട്ട് ഒരു ന്യൂക്ലിയർ കോർപ്പറേഷന് അവർ സമ്മതിക്കുകയാണ്. അതായത് പീസ്ഫുൾ യൂസിന് വേണ്ടിയിട്ട്, അതായത് റെസ്പോൺസിബിൾ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയർ സപ്ലൈസ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷൻ ഇന്ത്യ US നടന്നു. ഓക്കെ, പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇതിനിടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ക്വാഡ് റിലേഷൻ, ക്വാഡിലാറ്ററൽ അലയൻസ് അങ്ങനെ പറഞ്ഞിട്ട് 2016-14 കാലഘട്ടങ്ങളിൽ ക്വാഡിലാറ്ററൽ അലയൻസ് രൂപപ്പെടുകയാണ്. I2U2 എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വാർത്തയിൽ ഉണ്ടായിരുന്നതാണ്. I2U2 എന്ന് പറഞ്ഞത് I2U2 എന്ന് പറയുന്ന ഒരു സംഘടനയിൽ, അതായത് വെസ്റ്റേൺ കോഡ് എന്നാണ് I2U2 അറിയപ്പെടുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളിൽ നമ്മൾ ചേരുകയും ഒരുപാട് മിലിറ്ററി എക്സ്പീരിയൻസുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെന്റ്സ് നടത്തുകയും ചെയ്യുന്നുണ്ട്. മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ US കമ്പയർ ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട്.
ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് 2008 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 2008 ആയപ്പോഴേക്കും നമ്മൾ ന്യൂക്ലിയർ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. മനസ്സിലായോ? 2016 കാലഘട്ടം എന്ന് പറയുമ്പോൾ മോദിയുടെ ഒന്നാം ഭരണകാലത്തിൽ. സോ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ യു എസ് റിലേഷൻ അതിഗംഭീരമായിട്ട് വളർന്നു. മനസ്സിലായോ? സോ ആ സമയത്ത് നമ്മൾ ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ലെമോവ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആരായിട്ട് യു എസ് എ ആയിട്ട് സൈൻ ചെയ്തു. അതിലെന്താ പറയുന്നത്? അതായത് ഇന്ത്യയിലെ കപ്പലുകൾക്ക് അല്ലെങ്കിൽ യു എസിലെ കപ്പലുകൾക്ക് ഇന്ത്യയിലെ ചില സ്പെസിഫിക് സെന്ററുകൾ, അതായത് ചില പോർട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ പോർട്ടുകളിൽ വന്നിട്ട് റീഫ്യൂവലിങ്ങിന് സാധ്യമാവും. മനസ്സിലായോ? സോ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് ഒരു കപ്പൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു യു എസ് കപ്പൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പെർട്ടിക്കുലർ പോസ്റ്റ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ പോർട്ടായിരിക്കാം. മുംബൈ പോർട്ടിൽ ഈ കപ്പലുകൾ ഡോക്ക് ചെയ്തിട്ട് അവിടെ റീഫ്യൂവലിന് സാധ്യമാക്കും. അതുമാത്രമല്ല, ഈ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കപ്പലുകളുടെ വരവും പോക്കും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ എയർ ലോജിസ്റ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ലോജിസ്റ്റിക്സ് സെക്ടറിലുള്ള ഒരു അസോസിയേഷൻ, ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് ചെയ്യാം പരസ്പരം. ഇപ്പോൾ ഇന്ത്യൻ കപ്പൽ പസഫിക് ഓഷ്യന്റെ ഏതെങ്കിലും തീരത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പോർട്ടിൽ നമുക്ക് റീഫ്യൂവൽ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം വരികയാണ്. മനസ്സിലായോ? സോ നമുക്ക് അവിടെ പോവാം, റീഫ്യൂവൽ ചെയ്യാം, തിരിച്ചു വരാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യൻ കപ്പൽ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് കേട്ടോ. അതായത് ഇന്ത്യൻ മർച്ചന്റ് ഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യൻ നേവിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കപ്പലുകളെയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ, ലോജിസ്റ്റിക് എക്സ്ചേഞ്ചുകൾക്ക് വേണ്ടിയിട്ട് ലെമോവ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തു 2016. ഓക്കെ, സോ അതിനുശേഷം 2018 കമ്മ്യൂണിക്കേഷൻ കോമ്പാറ്റബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ എക്സ്ചേഞ്ച് ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാം. മനസ്സിലായോ? നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ 2018 വീണ്ടും കൊടുത്തത്. സോ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ സ്ട്രാറ്റജിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ 2002 കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങടേക്ക് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ സ്ട്രാറ്റജിക് റിലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കമ്മിങ് ബാക്ക് ടു ദിസ് ആർട്ടിക്കിൾ. സോ ഇതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞേ? ആദ്യം ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞു. 1947 തുടങ്ങി 2018, 2020 വരെയുള്ള കാലഘട്ടത്തിലെ ഹിസ്റ്ററി പറഞ്ഞു. അതിൽ പെർട്ടിക്കുലർലി ഞാൻ എന്ത് ചെയ്തു? സ്ട്രാറ്റജിക് കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റുകളെ ഒന്ന് എടുത്തു. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു സെക്ടറിലേക്ക് നമ്മളുടെ തോട്ട് പ്രോസസ്സ് കൊണ്ടുപോകില്ല. മനസ്സിലായോ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. പിന്നെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മനസ്സിലായോ? സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ 2002 മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റുകളെയും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അതിനുശേഷം ഈ ആർട്ടിക്കിളിലേക്ക് വരാം. ഈ ആർട്ടിക്കിളിൽ എന്താണ് വരുന്നത്? സബ്സീ കേബിൾ കണക്ടിവിറ്റിനെ കുറിച്ചാണ്. സബ്സീ കേബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ സബ്സീ കേബിളിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് സബ്സീ കേബിളിലാണ് ഓൾമോസ്റ്റ് 95% ഓഫ് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ സ്ട്രാറ്റജിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ യു എസിന്റെ ഒരു ഹെൽപ്പ്, ഈ സബ്സീ കേബിളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ യു എസിന്റെ ഒരു ഹെൽപ്പ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? സോ ഈ വർഷം നമ്മളുടെ ക്വാഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്മിറ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പുതിയ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സബ്സീ കേബിളിന്റെ കാര്യത്തിലേക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് നമ്മൾ പോകണം എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? സോ അതിന്റെ ഉദ്ദേശം എന്താണ്? കാരണം ഇപ്പുറത്ത് ചൈന കിടപ്പുണ്ട്, ചൈന പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ചൈന ഈ സബ്സീ കേബിളിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് അത് നോക്കി നിൽക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്താ പറയുന്നത്? പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യക്ക് പെർട്ടിക്കുലർലി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരു നെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. സോ ഈ ഒരു പ്രദേശത്ത് ഉള്ള ഡിഫറെന്റ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. സോ അത് നമുക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സോ
ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്സർ തന്നെ ഒരുപാട് കാര്യങ്ങൾ കടം നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്കൊരു ലോങ് കോസ്റ്റ് ഉണ്ട്, നമുക്ക് ദീർഘദൂരത്തിലുള്ള ഒരു കടൽ തീരമുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ചൈനയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? അതിനൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കടൽ തീരം ഇല്ല. മനസ്സിലായോ? കടൽ തീരം ഉണ്ട്, കടൽ തീരമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങളാണ്. കടൽ തീരത്തിന് ചുറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഹോങ്കോങ്ങിൽ പ്രശ്നം, അല്ലെങ്കിൽ തായ്വാനിൽ പ്രശ്നം, അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഐലൻഡ്, കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ നമുക്ക് കാണാം. അവിടെ എല്ലായിടത്തും ചൈനയ്ക്ക് പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? സോ നമുക്ക് വാലിഡ് ആയിട്ട് ഒരു കടൽ തീരമുണ്ട്. ഇവിടേക്ക് നമ്മുടെ പോർട്ടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസുകളിലേക്ക് ആക്സസ് കൂടുതലാണ്. മനസ്സിലായോ? സോ ഈ സമയത്ത് നമുക്ക് ഈ സബ്സി കേബിൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ ഇന്ത്യ കറന്റ് നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? ഇന്ത്യയും സിംഗപ്പൂരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ത്യനും സിംഗപ്പൂരും, അതായത് സിംഗപ്പൂർ ഒരു ചെറിയ രാഷ്ട്രമായിട്ട് പോലും അവർക്ക് 24ഓളം സബ്സി ഇൻഫ്രാസ്ട്രക്ചർ സെന്റേഴ്സുകൾ ഉണ്ട്. മനസ്സിലായോ? ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് 15 മാത്രമേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുണ്ട് ഈ സബ്സി കേബിൾ ഇൻഫ്രാസ്ട്രക്ചറിൽ. അത് ഇംപ്രൂവ് ചെയ്യണം. പിന്നെ വേറെ ഏതൊക്കെ രീതിയിൽ ഈ US-നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? സോ ഇപ്പോൾ സബ്സി കേബിളിന്റെ മെയിൻ്റനൻസ്, അതായത് ഈ കടലിനടിയിലൂടെ പോകുന്ന ഈ സബ്സി കേബിളുകളിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് ദുബായ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഷിപ്പുകൾ വന്നിട്ടാണ് ഇതിലുള്ള റിപ്പയേഴ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ലാസ്റ്റ് പാർട്ടുകളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഓദർ പറയുന്നത് ഇതാണ്. മനസ്സിലായോ? നമ്മളുടെ ഈ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ അതിന് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതായത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി പല ഷിപ്പുകൾ നമുക്ക് വേണം. സോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആ പ്രോസസ്സുകൾ ഇൻഡിജനൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊരു സെൽഫ് റിലയന്റ് ആയിട്ടും നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ടും ചൈന പോലെയുള്ള ഒരു ത്രെട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പൊരുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. മനസ്സിലായോ? സോ നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? ആദ്യം ഇന്ത്യ US-ന്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞത്? അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സ്ട്രാറ്റജിക് റിലേഷൻസ് ഇന്ത്യ US-മായിട്ട് ബിൽഡ് ചെയ്തെടുത്തത്. അതിൽ ഒരുപാട് എഗ്രിമെന്റ്സ് പറഞ്ഞു, ലെമോ പറഞ്ഞു, ഗസോമിയ പറഞ്ഞു റിലേറ്റഡ് ആയിട്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ എഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ട്, അങ്ങനെ ഒരുപാട് എഗ്രിമെന്റ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്തു. ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ നമ്മൾക്കുള്ള ഡിമെറിറ്റ്സും മെറിറ്റ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ, ചില കാര്യങ്ങളിൽ നേച്ചർ തന്നെ നമുക്ക് ഒരു ഗുഡ് വിൽ നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചൈന എങ്ങനെ പ്രവർത്തിക്കുന്നു. സോ ഇതാണ് ഈ ആർട്ടിക്കിൾ ഓൾ അബൌട്ട്. സോ ഈ ആർട്ടിക്കിൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾ 2 പേരുകൾ കേൾക്കും, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ജോഗ്രഫി. ആ 2 പേരുകളെയും ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ്. മനസ്സിലായോ? ഒന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആൻഡ് അനദർ വൺ ഈസ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. സോ ഈ 2 സ്ട്രെയിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടലിടുക്ക്. അതായത് 2 കരഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. 2 കരഭാഗങ്ങൾക്ക് ഇടയിലൂടെ പോകുന്ന ചെറിയ വെള്ളത്തിന്റെ ഒരു കൂട്ടിയോജിപ്പിക്കൽ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതായത് 2 കരകൾക്കിടയിലൂടെ പോകുന്ന വെള്ളത്തിന്റെ ഒരു പാർട്ടാണ്, അതായത് സീയുടെ ഒരു പാർട്ടിനെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്ട്രെയിറ്റുകൾ എന്താണ്? എന്ത് പറഞ്ഞപ്പോഴാണ് ഇവിടെ സ്ട്രെയിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്? അതായത് ഇന്ത്യയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സ്ട്രെയിറ്റുമായിട്ട് ഡയറക്ട്ലി ആക്സസ് ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? സോ ഒരു ജോഗ്രഫിക് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഞാൻ ആഡ് ചെയ്യാണ്. അത് ഒന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആൻഡ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ഓക്കെ, സോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എവിടെയാണ് കിടക്കുന്നത്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇന്ത്യയുടെ വെസ്റ്റ്. നിങ്ങൾ ഈ ന്യൂസ് അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ മാപ്പ് എടുക്കുക, അല്ലെങ്കിൽ വേൾഡ് മാപ്പ് എടുത്തിട്ട് ഇന്ത്യയുടെ വെസ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഒമാൻ കണ്ടുപിടിക്കുക. ഒമാൻ കണ്ടുപിടിച്ച് ഒമാന്റെ മുകളിലായിട്ടാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് കിടക്കുന്നത്. മനസ്സിലായോ? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമ്പോർട്ടൻസ്? അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഇവിടെ ഈ കരഭാഗം രണ്ടും തമ്മിൽ ഇങ്ങനെ ജോയിന്റ് ആണെങ്കിൽ നമുക്ക് യൂറോപ്പിലേക്കുള്ള ആക്സസ് ലഭിക്കുമായിരുന്നില്ല. മനസ്സിലായോ? സോ യൂറോപ്പിലേക്ക് പിന്നെ നമ്മൾ പോകണമെങ്കിൽ എങ്ങനെ പോകണം? നമ്മൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് സൗത്ത് ആഫ്രിക്ക ചുറ്റിയിട്ട് വേണം. അതായത് വാസ്കോഡ് ഗാമ ഒരു വഴി വന്നില്ലേ, ആ വഴി വേണം നമ്മൾ എവിടേക്ക് പോകാനായിട്ട്?
യൂറോപ്പിലേക്ക് പോകാനായിട്ട്. സോ നമ്മളുടെ യാത്രാ ദൈർഘ്യം കൂടും. മനസ്സിലായോ? സോ യൂറോപ്പുമായിട്ട് ഇന്ത്യയെ ആക്സസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ത്രൂ യൂറോപ്പുമായിട്ട് ഇന്ത്യയെ ആക്സസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ആണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ സെക്കൻഡ് സ്ട്രേറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇപ്പൊ ഞാൻ പറഞ്ഞു, സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കരഭാഗങ്ങൾക്കിടയിലൂടെ പോകുന്ന ഒരു സീ ഭാഗത്തെയാണ് നമ്മൾ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈസ്റ്റേൺ സൈഡ്, അതായത് തായ്ലൻഡ്, കംബോഡിയ, മലേഷ്യ അങ്ങനെയുള്ള റീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് ഇന്ത്യയെ പസഫിക് ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന, മനസ്സിലായോ? പസഫിക് ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. സോ ഇതിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ഈ മലാക്ക എന്ന് പറയുന്ന സ്ട്രേറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓസ്ട്രേലിയ ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഓസ്ട്രേലിയ ആണ്. ഈ ഭാഗങ്ങളിൽ ഓസ്ട്രേലിയയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇപ്പുറമായിട്ട്. സോ ഓസ്ട്രേലിയ ചുറ്റിയിട്ട് വേണം ഇന്ത്യയിലേക്ക് വരാനായിട്ട്. അതായത് യു എസിന്റെ അപ്പുറത്തെ ഭാഗം, യു എസിന്റെ വെസ്റ്റ് ഭാഗത്ത് നിന്ന് ഒരു ഷിപ്പ് പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ ഒരു സ്ട്രേറ്റിലൂടെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. പകരം ഓസ്ട്രേലിയ ചുറ്റിക്കൊണ്ട് വേണം നമുക്ക് ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും എത്താനായിട്ട് സാധിക്കുക. സോ ഈ ഒരു കണക്ഷൻ പോസിബിൾ ആക്കുന്ന രണ്ട് സ്ട്രേറ്റുകളാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആൻഡ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രേറ്റുകളും മാപ്പിൽ ഐഡന്റിഫൈ ചെയ്യാം. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേരുകളൊക്കെ ആയിട്ട് തോന്നും, സ്ട്രേറ്റ് ഓഫ് മലാക്ക, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. മനസ്സിലായോ? സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ഇന്നും ഒരു പേര് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേര് മാത്രം മതി നമുക്ക്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ 365 ദിവസം കൊണ്ട് 365 പേരുകൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേരുകൾ നമുക്ക് ജോഗ്രഫിയിൽ ഉപകാരം ചെയ്യും. പ്രിലിംസ് വരുമ്പോഴായി കഴിഞ്ഞാലും മെയിൻസ് വരുമ്പോഴായി കഴിഞ്ഞാലും. സോ പത്രങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് ഈ ഒരു ഇന്ത്യ യു എസ് ബന്ധം പറയുമ്പോൾ എനിക്ക് ഒരിക്കലും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെയും സ്ട്രേറ്റ് ഓഫ് മലാക്കയെ കുറിച്ച് പറയണമെന്നില്ല. മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ അറ്റ്ലസ് ഓപ്പൺ ചെയ്യും. അറ്റ്ലസ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ജോഗ്രഫിയിൽ നമുക്കുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ ഒരു എഡ്ജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഇന്ത്യ യു എസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷനിൽ ഒരു കാര്യവും പഠിച്ചു. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, സ്ട്രേറ്റ് ഓഫ് മലാക്കയും പഠിച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു എന്താണ്? മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ എന്താണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? നമ്മൾ ആദ്യം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നോക്കും. പിന്നെ വേറൊരു വാക്കുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും എന്താണ്? സോ ഇതെന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ ആർട്ടിക്കിൾ വരുന്നത് വൈ ഹാസ് നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻഫ്ലോ പ്ലമന്റഡ്. സോ നമ്മൾ ആദ്യമായിട്ട് പ്ലമന്റഡ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ അവിടെ പേടിക്കരുത്. മനസ്സിലായോ? ന്യൂസ് ആദ്യമായിട്ട്, അതായത് പുതുതായിട്ട് വായിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സോ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ചു വരുമ്പോൾ ഈ പ്ലമന്റഡ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവും. പ്ലമന്റഡോ കർത്താവേ ഇതെന്താണ്? സോ പ്ലമന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിക്രീസ് ആവുന്നു, അതായത് ഒരു ചെറിയൊരു ടൈമിൽ പെട്ടെന്ന് ഡിക്രീസ് ആവുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് ഡിക്രീസ് ആവുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? സോ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിക്കുന്നത് പോലെ ഫോറിനിലുള്ള ഒരാൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും അയാൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക? ഇപ്പോൾ മെഷീനറിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. മനസ്സിലായോ? അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ എക്സാമ്പിൾ എന്താണ്? സിമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അതായത് ഇപ്പൊ യു എസിലുള്ള ഒരാള് ഇന്ത്യയിൽ വന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പുതിയ ഒരു കാർ കമ്പനി തുടങ്ങുന്നു. ഒരു 100 പേർക്ക് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു 10,000 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാർ കമ്പനി ഇന്ത്യയിൽ വന്ന് തുടങ്ങുന്നു. അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു. അവരങ്ങനെ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? സോ ഇതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ എന്താ വ്യത്യാസം? സോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പെർട്ടിക്കുലർലി ഇങ്ങനെ ഹൈ മിഷനറി അല്ലെങ്കിൽ ഹൈ ഇൻകം ഇൻവോൾവഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. പകരം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ അവർക്ക്. മനസ്സിലായോ? പക്ഷെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളായിരിക്കും അവിടെ നടത്തുന്നത്. ആ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ നടത്തും?
അതായത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കില്ലേ, അതായത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇക്വിറ്റി ട്രേഡിംഗ് നടത്തിയിട്ട് സ്റ്റോക്കുകൾ വാങ്ങിക്കില്ലേ, അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ളവർ, അതായത് ഫോറിൻ നാഷണൽ ആയിട്ടുള്ളവർ നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി സ്റ്റോക്കുകൾ വാങ്ങിക്കും. സോ ഇന്ത്യയിലെ സ്റ്റോക്കുകൾ ഇന്ത്യയിലുള്ളവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഡിഫറെന്റ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയും, GDR, ഓൾട്ടർനേറ്റീവ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഇങ്ങനെയുള്ള റെസിപ്റ്റുകൾ വാങ്ങിക്കും. അതായത് പുറത്തത്തെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ സ്റ്റോക്കുകൾ വാങ്ങിക്കും. അങ്ങനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്ട്ലി ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. എക്സാമ്പിൾ, ആപ്പിൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാറ് കമ്പനി ഇന്ത്യയിൽ പുതിയതായിട്ട് ഒരു പ്ലാന്റ് തുടങ്ങുന്നു. മനസ്സിലായോ? അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്ട്ലി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ അങ്ങനെ ഒന്നും നടത്തില്ല. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. എങ്ങനെ? പുറത്ത് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി. അതിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള ടൂളുകളാണ് ഈ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റും ഓൾട്ടർനേറ്റീവ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രത്യേകതയിലേക്ക് കടക്കാം. അതായത് ഇന്ത്യയിൽ പെട്ടെന്നൊരു ഇൻഫ്ലേഷൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഡീഫ്ലേഷൻ വരികയാണ്. പെട്ടെന്ന് ലോകത്ത് COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി വരികയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഫണ്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ആദ്യം ആര് അവരുടെ പൈസ എടുത്തുകൊണ്ട് പോകും? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് തുക ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇപ്പൊ ആപ്പിൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആപ്പിൾ ഒരുപാട് പണം ഇവിടെ പുതിയ മെഷീനറി വാങ്ങാനായിട്ട്, പുതിയ ആളുകളെ പഠിപ്പിക്കാനായിട്ട് സ്ഥലം വാങ്ങി, അങ്ങനെ ഒരുപാട് തുക ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്തേ? ചിലപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാമ്പത്തിക മാന്ദ്യം വരികയാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഹയർ റിട്ടേൺ കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് പുറത്തേക്ക് പോകും. അവര് ഇവിടത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ ഇക്വിറ്റി വിറ്റിട്ട് പുറത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, സേഫർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. സോ അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന ഒരു പേരാണ് ഹോട്ട് മണി എന്ന് പറയും. മനസ്സിലായോ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ ഇവരെ വിളിക്കുന്ന പേരാണ് ഹോട്ട് മണി. പെട്ടെന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഫ്ലൈറ്റ്. എന്താണ്? ക്യാപിറ്റൽ ഫ്ലൈറ്റ്. മനസ്സിലായോ? അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങാനായിട്ട് ആവശ്യമുള്ള മണി, അതിനെയാണ് എക്കോണമിക്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഫ്ലൈറ്റ് കയറി പുറത്തേക്ക് പോകും. മനസ്സിലായോ? എന്ത് കാരണം? ഇവിടെ സാമ്പത്തിക മാന്ദ്യം കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം. മനസ്സിലായോ? ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ US അല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഇവിടെ കുറച്ച് അൺകൺട്രോളബിൾ സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് സംഭവിക്കും, എക്കോണമിയിൽ എന്ത് സംഭവിക്കുന്നു ഒരു ചോദ്യം വന്നു. സ്റ്റോക്കുകൾ പയ്യെ ഇടിയാനായിട്ട് തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്യും? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് അവരുടെ സ്റ്റോക്കുകൾ വിറ്റിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റതിന് ശേഷം അവർ പുറത്തേക്ക് കൊണ്ടുപോകും. സേഫർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മണി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റേഴ്സിന് അത് പറ്റുമോ? ഇല്ല. കാരണം അവർ കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അവർ കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരങ്ങനെ പെട്ടെന്ന് പോകും എന്ന് നമുക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? സോ ഇനി നമ്മൾ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രീതിയിൽ നടത്താം. മനസ്സിലായോ? ഒന്ന് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ നടത്താം, രണ്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ടിലൂടെ നടത്താം. മനസ്സിലായോ? ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ട്. സോ ഓട്ടോമാറ്റിക് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനായിട്ട് ഗവൺമെന്റിന്റെ ഒരു റെഗുലേഷനും ഇല്ല. അതായത് 100% നമുക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഇൻവെസ്റ്റ്മെന്റ് നടത്താന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ചൈനയിലെ ഒരു കമ്പനി അവര് ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. ഒരു ആപ്പിൾ, ഒരു ഫോൺ മാനുഫാക്ചറിങ് കമ്പനി ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അപ്പോൾ അവർ 100% ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ചൈന നമ്മളുടെ ഫോൺ മാർക്കറ്റ് ചിലപ്പോൾ കൈയടക്കാം. മനസ്സിലായോ?
അവർ ചെറിയ വിലയ്ക്ക് ഫോണുകൾ കൊടുക്കാം, നമ്മളുടെ ഫോൺ മാർക്കറ്റ് അവർ ചിലപ്പോൾ കൈയടക്കാം. അത് നമുക്ക് ചിലപ്പോൾ ഒരു ത്രെട്ടായിട്ട് മാറാം. അതുകൊണ്ട് ക്രിറ്റിക്കൽ ഏരിയാസിൽ ബാങ്കിങ് പോലെ, ഡിഫൻസ് പോലെ അങ്ങനെയുള്ള ക്രിറ്റിക്കൽ ഏരിയാസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. അതിനെയാണ് ഗവൺമെന്റ് റൂട്ട് എന്ന് പറയുന്നത്. അല്ലാതെ നോർമലായിട്ട് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അതിനെ ഓട്ടോമാറ്റിക് റൂട്ടിൽ ഉൾപ്പെടുത്തി. മനസ്സിലായോ? അങ്ങനെയാണ്. സോ ഫോർ എക്സാമ്പിൾ ബാങ്കിങ് മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ 49% മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ സ്വീകരിക്കാൻ പറ്റുന്നത് മാക്സിമം എമൗണ്ട് 49% ആണ്. എന്താണ് ഈ 49% വെച്ചിരിക്കുന്നത്? അപ്പൊ നമുക്കൊരു 51 വെച്ചുകൂടെ, അതായത് ഒരു 70% എന്ന് വെച്ചുകൂടെ? 49%, ഒരു കമ്പനിയുടെ 49% മാത്രമേ പുറത്തുനിന്നുള്ള ഒരാൾ വാങ്ങിക്കുന്നുള്ളൂ, ഫോറിൻ ആയിട്ടുള്ള ഒരാൾ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51% ഇന്ത്യയിൽ ഉള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോ മെജോറിറ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മെജോറിറ്റി ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന ആരാണ്? ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോ അവിടെ ഡിസിഷൻ മേക്കിംഗ്, മനസ്സിലായോ? മെജോറിറ്റി വോട്ടുകൾ കിട്ടുന്ന ആളായിരിക്കുമല്ലോ, ആളുകളുടെ ഡിസിഷൻ ആയിരിക്കുമല്ലോ അവിടെ തീരുമാനിക്കുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് മേഖലയിൽ 49% ഒരു അപ്രൂവ്ഡ് സെക്ഷൻ ആയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ മേഖലകളിലും 49% അല്ല, 100% നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള ഏരിയകളുണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് ഒരു ഫിക്സഡ് റേറ്റ് വെക്കുന്നു. ഇപ്പോൾ ഡിഫൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നലത്തെ ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്, ഡിഫൻസ് സെക്ടറിലാണെങ്കിൽ 74% ആണ് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതെന്താണ്? ഡിഫൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ. അവിടെ 49% മാത്രമേ വെച്ചു. മനസ്സിലായോ? അപ്പോൾ 49% ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവര് ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അത് തെറ്റല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് കുറച്ചും കൂടി ടെക്നോളജീസ്, ഇന്നോവേഷൻസ് ആവശ്യമായിട്ടുള്ള മേഖലയാണ്. അവിടെ നമ്മൾ റെസ്ട്രിക്ഷനോട് കൂടിയാണ് 74% വെച്ചിരിക്കുന്നത്. കാരണം പുതിയ ടെക്നോളജീസ് ഇന്ത്യയിലേക്ക് വരണം. മനസ്സിലായോ? പുതിയ ടെക്നോളജീസ് ഇന്ത്യയിലേക്ക് വന്നാൽ മാത്രമേ നമ്മളുടെ ടെക്നോളജീസ് ഇംപ്രൂവ് ആവുകയുള്ളൂ, ഇന്നോവേറ്റ് ആവുകയുള്ളൂ. സോ അവിടെ 74% വെക്കാം. പക്ഷേ ഇതിന് വാലിഡ് ആയിട്ട് ഒരു ക്ലോസ് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റിയുടെ എന്തെങ്കിലും ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് റീചെക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? സോ ഇതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. സോ ഞാൻ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പുറത്തുള്ള ഒരാൾ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നത് പോലെയുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇവിടെ ഇന്നത്തെ ഈ പത്രത്തിൽ ഞാൻ കണ്ട ഒരു ഇമ്പോർട്ടന്റ് വേർഡ്, അത് എനിക്ക് UPSC സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു വേർഡാണ് ട്രീറ്റി ഷോപ്പിംഗ്. ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേര് കേൾക്കുമ്പോഴേക്കും നമ്മൾ കേൾക്കാത്ത പേരാണ്. ചിലപ്പോൾ UPSC വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ദ ടേം ട്രീറ്റി ഷോപ്പിംഗ് ഈസ് റിലേറ്റഡ് ടു, മനസ്സിലായോ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ റിലേറ്റഡ് ടു എക്കോണമിക്സ്, റിലേറ്റഡ് ടു എക്കോളജി, റിലേറ്റഡ് ടു ഷോപ്പിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനുകൾ തരാം. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് ട്രീറ്റി ഷോപ്പിംഗ് മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ മറ്റൊരു ടൈമിലേക്ക് പോകണം. അത് ടാക്സ് ഹേവനുകളെ കുറിച്ചിട്ടാണ്. ടാക്സ് ഹേവനുകളെ കുറിച്ചാണ്. ടാക്സ് ഹേവനുകൾ എന്താണ്? ടാക്സ് ഹേവനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടാക്സ് എക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ചില കൺട്രീസിൽ ടാക്സ് എക്സെപ്റ്റഡ് ആയിരിക്കും. ഇന്ത്യയിലെ ടാക്സ് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മൗറീഷ്യസിലെ ടാക്സ്. സോ ചില കൺട്രീസ്, ചില കമ്പനീസ് അവരുടെ ബിസിനസ് ഓപ്പറേഷനുകൾ ടാക്സ് ലാഭിക്കുവാനായിട്ട് വേണ്ടിയിട്ട് ഈ കൺട്രികളിലേക്ക് മാറ്റും. അതായത് ഓപ്പറേറ്റിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്ലേസസ് ഓഫ് ബിസിനസ് ഇതുപോലുള്ള ടാക്സ് കുറവുള്ള കൺട്രീസിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുന്നതിനെ അവരുടെ ക്യാപിറ്റൽ മാറ്റാം, അവരുടെ ടെക്നോളജീസ് മാറ്റാം. അവർ ടാക്സ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കൺട്രീസിലേക്ക് അവർ പോകും. അതിനെയാണ് ടാക്സ് ഹേവനുകൾ എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ചില കൺട്രീസ് ഉണ്ട്, മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രീസ് ഉണ്ട്, സിംഗപ്പൂർ എന്ന് പറയുന്ന കൺട്രീസ് ഉണ്ട്. അങ്ങനെ ചില ഐലൻഡ് കൺട്രീസ് ടാക്സ് ഹേവനുകളായിട്ട് ആക്ട് ചെയ്യും.
സോ അവർ അവിടെ ഒരു കമ്പനി തുടങ്ങുകയും അതിന്റെ ഒരു സബ്സിഡറി കമ്പനി ആയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇന്ത്യയിൽ 24% ടാക്സ് ഉണ്ടാവും, ചിലപ്പോൾ അവിടെ 10% മാത്രമേ ടാക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 14% ടാക്സ് അവർക്ക് കുറയുകയാണ്. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ടാക്സ് ഹേവൻ. സോ ഇങ്ങനെ ടാക്സ് ഹേവനുകളിലൂടെ സംഭവിക്കുമ്പോൾ ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ഒരു കമ്പനി പല രാജ്യങ്ങളുടെ ട്രീറ്റീസ് ഐഡന്റിഫൈ ചെയ്യും. അതായത് ടാക്സ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളുടെ ട്രീറ്റീസ്, അതായത് ട്രീറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് കമ്പയർ ചെയ്തിട്ട് മറ്റൊരു രാജ്യത്തേക്ക്, അതായത് ടാക്സ് കുറവുള്ള ഒരു രാജ്യത്തേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് പല രാജ്യങ്ങളിലും ഡിഫറൻറ്റ് ടാക്സ് ലോസ് ആയിരിക്കും. മനസ്സിലായോ? ടാക്സിന്റെ സ്ലാബുകൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇന്ത്യയിൽ 24% ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് 20% ആയിരിക്കാം, 15% ആയിരിക്കാം. അങ്ങനെ ഈ ലോസ് ട്രീറ്റീസ് കമ്പയർ ചെയ്തുകൊണ്ട് കുറവുള്ള രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് കുറവുള്ള രാജ്യത്തിലേക്ക് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ മാറ്റുന്നതിനെയാണ് ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചു, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ എക്സാമ്പിളുകൾ പഠിച്ചു, എങ്ങനെയാണ് അത് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ആവാനായിട്ട് സാധ്യതയുള്ളത് ആരാണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് പഠിച്ചു. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിഫറെന്റ് റൂട്ട്സ് പഠിച്ചു. ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ വരാം, ഗവൺമെന്റ് റൂട്ടിലൂടെ വരാം. ഗവൺമെന്റ് റൂട്ടിലൂടെ വരുമ്പോൾ എന്താണ് അതിന് പ്രത്യേകത എന്ന് പഠിച്ചു. ദെൻ പിന്നെ പഠിച്ചൊരു കാര്യം എന്താണ്? ട്രീറ്റി ഷോപ്പിംഗ്. സോ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യൻ പോളിറ്റി. ഇന്ത്യൻ പോളിറ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്പെസിഫിക് ആണ്, സ്പേസ് ആണ് പ്രസിഡന്റ് റൂള് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. സോ പ്രസിഡന്റ് റൂള് എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്പെസിഫിക് ആർട്ടിക്കിളിലൂടെ പറയുന്നത്. സോ ഇത് നമ്മളുടെ ഹിന്ദു എഡിറ്റോറിയൽ സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഹൗ പ്രസിഡന്റ് റൂൾ ഈസ് ഇമ്പോസ്ഡ് എന്നുള്ളത്. സോ പ്രസിഡന്റ് റൂള് എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യുന്നത്? പ്രസിഡന്റ് റൂൾ ഈസ് ഇമ്പോസ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് പ്രസിഡന്റ് റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രസിഡന്റ് റൂള് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനാണ് ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. അതെങ്ങനെയാണ്? ആദ്യം ഗവർണർ ഒരു നിർദ്ദേശം കൊടുക്കും. ആർക്ക്? പ്രസിഡന്റിന് ഒരു നിർദ്ദേശം കൊടുക്കും. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാഴാത്തത് കൊണ്ട് രാഷ്ട്രപതി നേരിട്ട് ഭരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കും. ഈ റെക്കമെൻഡേഷൻ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഒരു പ്രൊക്ലമേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രപതി നിയമം നിലവിൽ വന്നു, രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. ഓക്കെ, അങ്ങനെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. സോ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ഉടനെ എന്ത് സംഭവിക്കും? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഡിസോൾവ് ചെയ്യപ്പെടുമോ? ഇല്ല. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉടനെ ഡിസോൾവ് ചെയ്യപ്പെടില്ല. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് ആ രാഷ്ട്രപതി ഭരണം അപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസോൾവ് ആവുകയുള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ 1 മാസം എന്ത് സംഭവിക്കും? ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സസ്പെൻഡ് ചെയ്യപ്പെടും. രാഷ്ട്രപതി അവിടെ ഭരിക്കുന്നുണ്ടാവും, എന്നാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പൂർണ്ണമായിട്ട് ഡിസോൾവ് ചെയ്തില്ല. അതായത് നിയമസഭ പിരിച്ചുവിടില്ല, പകരം അത് സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് രാഷ്ട്രപതി ഭരണം പാർലമെന്റ് അംഗീകരിച്ച് 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസോൾവ് ആവുകയുള്ളൂ. എന്നിട്ട് രാഷ്ട്രപതി നേരിട്ട് ഭരിക്കും. രാഷ്ട്രപതി നേരിട്ട് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ PYQ അനാലിസിസ് സെഷനിൽ ഞാൻ പറഞ്ഞു, അവർ ഡയറക്റ്റ് അല്ല ഭരിക്കുന്നത്, പകരം പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കും. ഓക്കെ, പാർലമെന്റ് ലോക്സഭയും രാജ്യസഭയും കൂടിയിട്ട് ഈ സംസ്ഥാനത്തിന് വേണ്ട നിയമങ്ങൾ ഒരുമിച്ച് പാസ്സാക്കും. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ രാഷ്ട്രപതി ഭരണം എത്ര കാലം വരെ നീളാം? രാഷ്ട്രപതി ഭരണം 3 വർഷം വരെ നീളാം, 3 years. പക്ഷേ ഇത് തുടർച്ചയായിട്ട് നീളാനായിട്ട് സമ്മതിക്കില്ല. കാരണം ഇത് നമ്മളുടെ ഡെമോക്രസിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. സോ അപ്പോൾ തുടർച്ചയായിട്ട് നീളാനായിട്ട് സമ്മതിക്കില്ല. 6 മാസം കൂടുമ്പോൾ വീണ്ടും പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. മനസ്സിലായോ?
സോ 6 മാസം കഴിയുമ്പോൾ പാർലമെന്റ് വീണ്ടും വീണ്ടും അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചു, ഇനി 6 മാസം കഴിഞ്ഞ് വീണ്ടും പാർലമെന്റ് ഇതിനെ അപ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വീണ്ടും അപ്രൂവ് ചെയ്യണം. അങ്ങനെ ഒരു വർഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷത്തിന്റെ ഒരു കാലഘട്ടമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് പാർലമെന്റ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുകയാണ്. ഇന്നതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രപതി ഭരണം ഇന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഒരു വർഷമായി കഴിയുമ്പോൾ രാഷ്ട്രപതി ഭരണം വീണ്ടും നീളാമോ? ആദ്യത്തെ 6 മാസം ഒന്ന് അപ്രൂവ് ചെയ്തു, പിന്നെ ഒരു 6 മാസം അപ്രൂവ് ചെയ്തു. അതിനുശേഷം പിന്നീട് 2 കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതി ഭരണം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതെന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും, അതായത് ആ സംസ്ഥാനത്ത്, ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സ്ഥലത്തോ നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നതാണ്. സോ നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയാണ് ഇവിടെ എലക്ഷൻ പോസിബിൾ അല്ല. മനസ്സിലായോ? ഇപ്പോ മണിപ്പൂരിന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, മണിപ്പൂരില് പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷൻ പറയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എപ്പോഴും ശരിയായിട്ടില്ല, ഇവിടെ ഒരു പുതിയൊരു ഇലക്ഷൻ സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സന്ദർഭത്തിലും പ്രസിഡന്റ് റൂള് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ എത്ര വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം 3 വർഷം വരെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. 6 മാസം കൂടുമ്പോൾ അപ്രൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വർഷത്തിൽ കൂടുതൽ നീക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നില്ലെങ്കിൽ നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയാണ് ഇവിടെ ഇലക്ഷൻ നടക്കാനായിട്ട് സംഭവിക്കില്ല. മനസ്സിലായോ? എന്തിനാണ് ഇത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്? കാരണം ഡെമോക്രസിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ജനങ്ങൾ തിരഞ്ഞെടുത്ത MLAs ആണല്ലോ അവിടെ നിയമസഭയിൽ ഇരിക്കുന്നത്. സോ അവരുടെ ജനങ്ങളുടെ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്. അതായത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ, 6 മാസം വരെ ഇത് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ, 6 മാസം കഴിയുമ്പോൾ വീണ്ടും അപ്രൂവൽ ചെയ്യണം. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാഷണൽ എമർജൻസി ഇല്ല, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയാണ് അവിടെ ഇലക്ഷൻ നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇലക്ഷൻ നടത്തിയിട്ട് പുതിയ ഭരണാധികാരികളെ തെരഞ്ഞെടുത്തിട്ട് ജനങ്ങൾ ഭരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് ആർട്ടിക്കിൾ 386 പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ 386 വർക്ക് ചെയ്യുന്നത്, പ്രസിഡന്റ് റൂള് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? സോ പ്രസിഡന്റ് റൂള് പഠിക്കുമ്പോൾ നമ്മൾ ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആർട്ടിക്കിളുകൾ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് 4 ന്യൂസുകളാണ് തിരഞ്ഞെടുത്തത്. നാലും സ്പെസിഫിക്കലി മെയിൻസ് പെർസ്പെക്റ്റീവിലും പ്രിലിംസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. സോ എനിക്കറിയാം ഇന്ന് കുറച്ച് കണ്ടന്റ് റിച്ച് ആയിട്ടാണ് നമ്മൾ പോയത്. ഇന്ത്യ US റിലേഷൻ ആണെങ്കിലും അത്രയൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ ഇനി നിങ്ങൾ ഇന്ത്യ US മറ്റൊരു ആർട്ടിക്കിൾ വായിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കണം. എന്തോർക്കണം? ഹിസ്റ്ററി ഓർക്കണം, പിന്നെ സ്ട്രാറ്റജിക് പാർട്ട് ഓർക്കണം. മനസ്സിലായോ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ അത് എന്തൊക്കെ രീതിയിലാണ് പോകുന്നത്? ഓട്ടോമാറ്റിക് റൂട്ട്, ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ട്, പിന്നെ ഡിഫൻസിൽ എത്ര പെർസെൻറ്റേജ് ആണ്, ബാങ്കിങ്ങിൽ അതെന്താണ് വെക്കാനായിട്ടുള്ള കാരണം. ഈ വൈ എന്നുള്ളൊരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാവും. മനസ്സിലായോ? സോ വൈ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട്? ഒരു ന്യൂസ് കണ്ടു കഴിയുമ്പോൾ നമ്മളത് വായിച്ചു വിടാണ്ട് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം, ഇതെന്താണ് ഇങ്ങനെ വരാനായിട്ടുള്ള സാധ്യം? സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. മനസ്സിലായോ? സോ എന്നാൽ മാത്രമേ നമുക്ക് ഒരു വാർത്ത കാണുമ്പോൾ ക്യൂരിയസ് ആയിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഹിസ്റ്ററി, കണക്റ്റഡ് ഫാക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നമ്മളുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു.